അപ്പോഴേ ഒരു ഓണം ഷോപ്പിംഗ് ആയാലോ? ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഓണം ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് അങ്ങ് ഇടാമല്ലോ എന്ന് കരുതി. ലുലുവിലാണ് പോയത്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചേക്കാമല്ലോ എന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ആലോചിച്ചത് കേട്ടോ. കണ്ടോ, ഒരു ബോക്സിൻ്റെ വില 1000 രൂപ. പെൻസിൽ ബോക്സാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ബാഗ് പോലും ഞാൻ 1000 രൂപയുടെ തികച്ചുള്ള 1000 രൂപയുടെ ഇട്ടിട്ടില്ല. ഇപ്പോൾ പെൻസിൽ ബോക്സിന് മാത്രം 1000 രൂപയാണ്. എന്തായാലേ വില പോയി ഒരു പോക്കേ. എല്ലാ സാധനത്തിനും നല്ല വിലയുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നതുകൊണ്ട് ജ്യൂസൊക്കെ വാങ്ങി അവിടെ നിന്ന് കുടിക്കാമെന്ന് ഓർത്തു. പക്ഷെ അവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങിയിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് കുടിക്കാമല്ലോ എന്ന് കരുതി. സ്ട്രോബെറി ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇരിക്കുന്നത്. പക്ഷേ സ്ട്രോബെറിയുടെ നമ്മൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ സ്ട്രോബെറി എടുക്കാൻ അത്ര വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വിലയുമായിട്ട് നോക്കുമ്പോൾ എടുക്കാനൊരു മടി. ഗ്രേപ്സ് ഉണ്ട്. ഗ്രേപ്സ് ആണ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും കേട്ടോ. പക്ഷേ നല്ല ഒറിജിനലാണ്, സ്വീറ്റ്ലെസ് ഗ്രേപ്സാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കിയിട്ടില്ല. പിന്നെ നല്ല നല്ല ക്യൂട്ട് ലാംസൊക്കെ കണ്ടു. നല്ല രസമുണ്ട് എല്ലാം കാണാൻ കേട്ടോ. ഒന്നും വാങ്ങിയിട്ടില്ല, കണ്ടതേ ഉള്ളൂ. പിന്നെ ഡ്രസ്സൊക്കെ എടുത്തു. അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ആ ഒരു ജ്യൂസ് വാങ്ങിയതും കൈ പിടിച്ചോണ്ടാണ്. ഞാൻ ഗ്രേപ്പാണെന്നും കരുതി എടുത്തതാണ്. പക്ഷേ എടുത്തപ്പോൾ പണി പാളിയായി, ബിസി ആയിരുന്നു. അതും പിടിച്ച് കുറേ നേരം നടന്നു. ടേസ്റ്റൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു പാലക്കാട് കോട്ടയൊന്നും കണ്ടേക്കാലോ എന്ന് കരുതി. ഇതുവരെ കണ്ടിട്ടില്ല. ഈ ടെമ്പിളിൻ്റെ അകത്തോടെ കയറി ഇറങ്ങുമ്പോഴാണ് കോട്ടയുടെ അകത്ത് പോവുക. എല്ലാവർക്കും കയറാം കേട്ടോ, ജാതി മത വ്യത്യാസമില്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും കയറാൻ. പോയവർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇറങ്ങിയപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കുഴപ്പമൊന്നുമില്ല. തെളിഞ്ഞു കിടക്കുന്ന പ്രകൃതി ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മഴയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നമുക്കൊരു മടിയാകും. മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ പ്രത്യേക ഒരു തലവേദന വരുമല്ലോ. എനിക്കും അതുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ കാണാം. ബൈ.